എല്ലാവർക്കും നമസ്കാരം. ഞാൻ മിൻറ്റു, രജിസ്റ്റേർഡ് മാറ ഏജൻറ്റാണ്. അഡലേഡിൽ നിന്ന്, അപ്രൈറ്റ് മൈഗ്രേഷൻസ് അഡലേഡിൽ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ട്രേഡ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഓസ്ട്രേലിയയിലോട്ട് എങ്ങനെ വരാൻ പറ്റും. ട്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കും വെൽഡർ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, കാർപ്പൻറ്റർ, ജോയിനർ ഇങ്ങനെയൊക്കെയുള്ള ഫിറ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെ ഓസ്ട്രേലിയയിലോട്ട് വരാൻ പറ്റും, അവരുടെ വിസ പാത്വേസ് എന്തൊക്കെയാണ്, അവരുടെ സ്കിൽ അസസ്മെൻറ്റ് എങ്ങനെ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്തൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കിൽ അസസ്മെൻ്റ് ആണ്. അതായത് നിങ്ങൾ ജോലി ചെയ്യുന്നവരായിരിക്കും, നിങ്ങൾ ഗൾഫിൽ അല്ലെങ്കിൽ UAE അങ്ങനെയുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ പെയ്ഡ് എക്സ്പീരിയൻസ് ആയിരിക്കും, അല്ലാതെ പെയ്ഡ് അല്ലാത്ത എക്സ്പീരിയൻസ്, അതായത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് കാണും, ചിലർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ലാത്ത എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കിൽ അസസ്മെൻറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ എക്സ്പീരിയൻസും ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ എക്സ്പീരിയൻസുമായിട്ട് സ്കില്ലുമായിട്ട് മാച്ച് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സിനകത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ സ്കിൽ അസസ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെയുള്ള ഒരു എംപ്ലോയർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പണ്ടത്തെ പോലെയല്ല, ഒത്തിരി ആൾക്കാർ, നമ്മുടെ പല റിലേറ്റീവ്സും പല ആൾക്കാരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പല ടൈപ്പിലുള്ള ബിസിനസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ആക്ച്വലി ഒരു എംപ്ലോയർ നിങ്ങളെ സ്പോൺസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്കിൽ അസസ്മെൻറ്റ് കഴിഞ്ഞ ആൾക്കാരെ അവർക്ക് 482 അല്ലെങ്കിൽ 494 വിസയിലൊക്കെ സ്പോൺസർ ചെയ്തുകൊണ്ട് വരാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റോ നമ്മുടെ ആ PR പോയിൻറ്റ്സിൻ്റെ ആ ഒരു കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഓൺ ഇതിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ നല്ലതായിരിക്കണം. അതായത് ഈ സ്കിൽ അസസ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷുണ്ട്, മിനിമം 6 ഈച്ചെങ്കിലും കിട്ടും, ഏജ് കുറച്ച് കുറവാണ്, ഏജിൻ്റെ പോയിൻ്റ് കിട്ടും. ഇപ്പോൾ ഈ യങ്ങായിട്ടുള്ള സിംഗിളായിട്ടുള്ളവരാണെങ്കിൽ കൂടുതൽ പോയിൻ്റ് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ പാർട്ണറുടെ പോയിൻ്റ്, ഇങ്ങനെയുള്ള പ്രൊഫൈൽ വെച്ചിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ കൂടെയും ഈ ട്രേഡി ആയിട്ടുള്ള ആൾക്കാർക്ക്, ട്രേഡി എന്നാണ് ഇവിടെ ഓസ്ട്രേലിയ ഞങ്ങൾ വിളിക്കുന്നത് കേട്ടോ, അപ്പം ട്രേഡി ആയിട്ടുള്ള ആൾക്കാർക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കിൽ അസസ്മെൻറ്റിനെ പറ്റി പറഞ്ഞു. സ്കിൽ അസസ്മെൻറ്റിനകത്ത് 2 പാത്വേ ഉണ്ട്. പാത്വേ 1 എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരും, പാത്വേ 2 എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഉള്ളവരും. അപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ച് നമ്മുടെ എല്ലാവരും തന്നെ പാത്വേ 1 വരുന്നവരാണ്. കാരണം നമ്മൾ നാട്ടിൽ ജോലി ചെയ്യുന്നു, നാട്ടിൽ പഠിച്ചു, നാട്ടിലത്തെ എക്സ്പീരിയൻസ് ആണ്, നമുക്ക് ഓസ്ട്രേലിയയിലെ ക്വാളിഫിക്കേഷൻ ഇല്ല. അപ്പോൾ ആ ഒരു പാത്വേ കൂടെ പോകുമ്പം നമുക്ക് വേണ്ടിയ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അപ്പോൾ പാത്വേ 1 അത് ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് ഫോർമൽ ക്വാളിഫിക്കേഷൻ, അതായത് നമ്മുടെ ഡിപ്ലോമയോ ITയോ അങ്ങനെ എന്തെങ്കിലും പഠിച്ച ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് 3 ഇയർ എക്സ്പീരിയൻസ് മതി. അതല്ല, അങ്ങനെയുള്ള യാതൊരുവിധ ക്വാളിഫിക്കേഷനും നാട്ടിൽ പഠിച്ചിട്ടില്ല, എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അവർക്ക് 5 ഇയർ എക്സ്പീരിയൻസ് വേണം പാത്വേ 1. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം വരുന്നുണ്ട്. 2 ഒക്കുപ്പേഷൻസ്, അതായത് ഒത്തിരി ഒക്കുപ്പേഷൻസിനകത്ത് 2 അതായത് ഇലക്ട്രീഷ്യനും പ്ലംബറും, അത് ലൈസൻസ്ഡ് ഒക്കുപ്പേഷനാണ്. അതിൻ്റെ കാറ്റഗറി, അതിൻ്റെ എക്സ്പീരിയൻസ് കുറച്ചുകൂടെ കൂടുതലാണ്. അവർക്ക് എക്സ്പീരിയൻസ് പഠിത്തം ഫോർമൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് 5 വർഷവും 4 വർഷവും, ഫോർമൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് 6 വർഷമാണ് കേട്ടോ. അല്ലാത്ത ആൾക്കാരെന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ജോയിനർ, കാർപ്പൻറ്റർ, മോട്ടോർ മെക്കാനിക്ക്, ഷെഫ്, കുക്ക്, ഫിറ്റർ, പ്രഷർ വെൽഡർ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, മെറ്റൽ ഫാബ്രിക്കേറ്റർ, ക്യാബിനറ്റ് മേക്കർ, ഓട്ടോമോട്ടീവ് ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഒക്കുപ്പേഷൻസും വരുന്ന ആൾക്കാർ, അവർക്ക് 3 ഇയർ എക്സ്പീരിയൻസ് മതി ഫോർമൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 ഇയർ എക്സ്പീരിയൻസ് വേണം. ഇത് പാത്വേ 1 കാര്യമാണ് പറയുന്നത്, അതായത് ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരുടെ കാര്യം. അപ്പോൾ പാത്വേ 1 ഈ പറയുന്നതിനകത്ത് വേറൊരു കാര്യമാണ് നിങ്ങൾ നോക്കണം. ഈ ലാസ്റ്റ് 3 ഇയറിനുള്ളിൽ, നമ്മുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ലാസ്റ്റ് 3 ഇയറിനുള്ളിൽ 1 ഇയർ ഫുൾ ടൈം പെയ്ഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ലാസ്റ്റ് 3 ഇയറിനുള്ളിൽ 1 ഇയർ ഫുൾ ടൈം പെയ്ഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത് മസ്റ്റാണ് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ, ഈ ഒക്കുപ്പേഷനിലല്ല. പിന്നെ പാത്വേ 2 എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കാണ്. അവർക്ക് കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം എക്സ്പെൻസീവാണ്, 2 പാത്വേ ഇച്ചിരി എക്സ്പെൻസീവാണ്. ഇതിനകത്ത് ഞാനിപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ വരുന്ന കാര്യം, എൻ്റെ എക്സ്പീരിയൻസ് ഓസ്ട്രേലിയയിൽ ദീർഘകാലമായിട്ട് ഓസ്ട്രേലിയയിലെ രജിസ്റ്റേർഡ് ട്രെയിനിങ് ഓർഗനൈസേഷനിൽ, അത് വേരിയസ് കോളേജുകളിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കുള്ള പാത്വേ 2 അത് ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ ഫോർമൽ ക്വാളിഫിക്കേഷൻ നാട്ടിലുണ്ടെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ പാത്വേ 2 കൂടെ, അതായത് ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരുടെ പാത്വേ കൂടെ പോകണമെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പാത്വേ കൂടെ നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതൊരു കുറച്ചുകൂടെ ഈസി ആയിരിക്കും, കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും, കുറച്ചുകൂടെ
ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഒക്കുപേഷനിലൂടെ നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഞാൻ ആദ്യം പറഞ്ഞ പോലെ എംപ്ലോയർ സ്പോൺസേഡ് വിസാസോ അല്ലെങ്കിൽ ഡയറക്റ്റ് പി ആറിനുള്ള വിസാസോ എല്ലാം നിങ്ങൾക്ക് ഇടാം. ബാക്കിയുള്ള ഒക്കുപേഷനിൽ ഒത്തിരി പോയിൻ്റ് ഉള്ളവർക്ക് ഇൻവിറ്റേഷൻ കിട്ടുള്ളൂ. പക്ഷേ ഈ ട്രേഡിങ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് കുറച്ച് പോയിൻ്റ് മതി. കാരണം അവർ ഭയങ്കര ഹൈ ഡിമാൻഡുള്ള ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷ് ഭയങ്കര ഹൈ ഇംഗ്ലീഷ് ഒന്നും ഇല്ലെങ്കിലും ബേസിക് ഇംഗ്ലീഷ് IELTS 6 ഈച്ച് ഉണ്ടെങ്കിലും മതി. പിന്നെ നിങ്ങളുടെ ആ പോയിൻ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ളതിപ്പം അക്കൗണ്ടിങ് ഫീൽഡിലും IT ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് 90 പോയിൻറ്റ്സ് 100 പോയിൻറ്റ്സ് ഒക്കെ വേണ്ടിയ സ്ഥാനത്ത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 60-65 പോയിൻറ്റ്, ആ മിനിമം പോയിൻ്റ് മാത്രം മതി. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഒന്നും ഓർക്കണ്ട, പ്രോപ്പർ ക്വാളിഫിക്കേഷൻ ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, ഓസ്ട്രേലിയയിൽ വരാൻ ആഗ്രഹമുണ്ടോ, നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലെ പാത്വേ 1 അല്ലെ പാത്വേ 2 കൂടെ നിങ്ങളുടെ സ്കിൽ അസസ്മെൻറ്റ് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ടുള്ള വിസയുടെ പ്രോസസ്സിങ് വളരെ ഫാസ്റ്റായിട്ടും സ്മൂത്തായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ പേര് മിൻറ്റു കുര്യൻ. നന്ദി, നമസ്കാരം.